ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് ഇടവമാസം 27-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 10-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, മകമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഡോക്ടർ കുടമാളൂർ ശർമാജി മലപ്പുറത്ത് നിന്ന് രമ എഴുതുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. വീട് വയ്ക്കുവാൻ പലതവണ ശ്രമിക്കുന്നു. പലവിധ തടസ്സങ്ങൾ നേരിടുന്നു. വീട് ഞങ്ങൾക്കുണ്ടാകുമോ? എന്താണ് തടസ്സം? ഗ്രഹനില ചേർക്കുന്നു. ഗ്രഹനിലയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുചേര വ്യത്യാസമന്യേ, രാജ്യാന്തര വ്യത്യാസമന്യേ, ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ ഖേതു എന്ന സാങ്കല്പിക ശിരസറ്റ ഗ്രഹവും അതിൻ്റെ കൂടെ ഗുളികനും നിന്നാൽ അത്തരക്കാർക്ക് ഗ്രഹം, വസ്തു, വാഹനം, സ്ഥാപനം എന്നിവ ഉണ്ടാകുന്നതിന് അനുഗ്രഹക്കുറവോ അല്ലെങ്കിൽ സാഹചര്യക്കുറവോ അല്ലെങ്കിൽ അവയെടുത്താൽ പല വിധത്തിൽ അത് നഷ്ടപ്പെടാനുള്ള തടസ്സങ്ങൾ വന്നു ചേരുകയോ ചെയ്യും. ചിലർക്ക് ചില വസ്തുക്കളിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുക്കളിൽ മൈനർ ബാധ്യതകളോ അല്ലെങ്കിൽ റിക്കാർഡിക്കലായിട്ട് അതിനകത്ത് കുഴപ്പങ്ങളുള്ളതോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കടബാധ്യതകൾ വരുത്തി വച്ചിട്ട് അത് മറ്റേതെങ്കിലും തരത്തിൽ അറ്റാച്ച് ഉള്ളതോ ഒക്കെ ഉണ്ടാകാം. ഇതൊന്നും അറിയാതെ ചിലപ്പം പുതുമോടിക്ക് അല്ലെങ്കിൽ നമുക്ക് മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ച് നാം എടുത്തു ചാടും. അത് ഫ്ലാറ്റായിരുന്നാലും മറ്റ് ഏതെങ്കിലും വസ്തുക്കളോ വീടുകളോ ആയിരുന്നാലും ഇതൊക്കെ ബാധകമാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഏതെങ്കിലും തടസ്സങ്ങളോ അനുഭവക്കുറവുകളോ വന്നിട്ട് നമുക്കിത് അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ വരുന്നവർ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിൻ്റെയോ ഗ്രഹനിലപ്രകാരം വസ്തുക്കൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരെ കൊണ്ട് ഇത് പണിയിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ഇങ്ങനെ വരുന്നവർക്ക് ആദ്യം ഒരു തവണയായിരിക്കില്ല, പലതവണ പലതരത്തിൽ തടസ്സങ്ങൾ വന്നിട്ട് നമുക്കിത് അനുഭവയോഗ്യമല്ലാതായി വരും. ഇത് വസ്തുവിലും വീടിലും ഫ്ലാറ്റ് മുതലായ കാര്യങ്ങളിലുമല്ല ഇത് ബാധകമാണ്. അതുപോലെ വാഹനങ്ങളിലും ഇത് ബാധകമാണ്. വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ റെൻ്റേക്കാറിന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അതിനകത്ത് വല്ല മയക്കുമരുന്നുകളോ മറ്റെന്തെങ്കിലും അശ്ലീലപരമായ ആളുകളൊക്കെ കയറുകയോ ഒക്കെ ചെയ്തിട്ട് നിയമജ്ഞന്മാരുടെ മുമ്പിൽ ഈ വണ്ടിയും കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്ന് അവസാനം അതൊരു ദുഃഖകരമായ ഒരു പര്യവസാനിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് ഈ 4-ാമിടത്ത് ഖേതു, രാഹു, ഗുളികൻ ഇവ സമ്മേളിക്കുമ്പോൾ ഉള്ള ഫലം. അത്തരക്കാർ ചെയ്യേണ്ടത് അവനവൻ്റെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉറച്ച വിശ്വാസമുള്ളവരുടെ പേരിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവിടെ നിന്ന് പണിയിപ്പിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ തന്നെയും ഈ വക ദോഷങ്ങളുടെ കാഠിന്യം ആധ്യാത്മികപരമായിട്ട് മാറുന്നതിന് വേണ്ടി ഒരു 8 ദിവസം ഖേതു എന്ന് പറയുന്ന ആ സാങ്കല്പികപരമായ ആ ഗ്രഹത്തിനെ ശാന്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഗണപതി ഹോമം നല്ലതാണ്. ഗണപതി ആണ് ഇതിന് പറയുന്നത്. ദേവിയും ഗണപതിയുമാണ് ഇതിന് ഉള്ള പ്രതിവിധി പറയുന്നത്. അതിൽ ഗണപതി ഹോമത്തിൽ പേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമം ഒരു 5-8 ദിവസം നടത്തുക. അതിന് ഉപയോഗിക്കുന്നത് ഉപചാരമന്ത്രങ്ങൾ ഉണ്ട്. ഉപചാരമന്ത്രങ്ങളെ കൊണ്ട് കരിമ്പോ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങയുടെ കഷ്ണങ്ങൾ, മലര് മുതലായവ ഹോമിച്ച് ഖേതുവിന് ശാന്തി വരുത്തുക. വന്നു കൂടിയിട്ടുള്ള ഗ്രഹപ്പിഴകളിൽ നിന്ന് മോചനവും വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നതിൽ നിന്ന് കരകയറാനുള്ള സാധ്യതയും അതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിൽ പണമൊക്കെ മുടക്കിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ആ വക കാര്യങ്ങൾക്കുള്ള ദൈവാനുഗ്രഹം വരുന്നതിലും നല്ലതാണ്. അതുപോലെ തന്നെ 4-ൽ ഖേതു ഗുളികനും കൂടെ നിൽക്കുന്നവർക്ക് ഖേതുവിൻ്റെ ദോഷപരിഹാരാർത്ഥം വൈഡൂര്യം എന്ന് പറയുന്ന രത്നം പ്രധാന വേളകളിൽ ധരിക്കുന്നത് നല്ലതാണ്. ഗണപതി ഹോമത്തിനുള്ള ഉപചാരമന്ത്രങ്ങളും ധ്യാനമന്ത്രങ്ങളും പല പ്രേക്ഷകരിൽ നിന്നും
വീണ്ടും അത് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടും എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പലരും വിളിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കൊണ്ടും അതിന് ഒരു നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളത് ഇപ്പോൾ ഉച്ചരിക്കാം. എങ്കിലും അതിന് ഗുരു ഉപദേശങ്ങളും പ്രാക്ടീസുള്ളവരെയും ഏർപ്പെടുത്തുന്നത് തന്നെയാണ്. ഏത് കർമ്മങ്ങളാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഏൽപ്പിക്കുന്നതായിരിക്കും അതിനകത്ത് ഉചിതം. ധ്യാനമന്ത്രങ്ങൾ വിഘ്നേശം സപ്പരസ്വദാക്ഷപടികാദന്തോല്ലസല്ലഡു കയർദോർഭി പാശ ശ്രണി സ്വതന്ത്രവരതാഠൈവാചതിർഭ്യോരിതം വിഘ്നേശം സപ്പരസ്വദാക്ഷപടികാദന്തോല്ലസല്ലഡു കയർ എന്ന് തുടങ്ങുന്ന ധ്യാനമന്ത്രങ്ങളെ കൊണ്ട് ഗണപതിയെ സമഷ്ടിയായിട്ട് ഗണപതി ഹോമത്തിൽ ആവാഹിച്ച് ജലകന്ധപുഷ്പധൂപദീപ ജലാന്തം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് കൊട്ടത്തേങ്ങ മലക്കരിമ്പ് മുതലായവ ഗണാനന്ദ്വാ ഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസ്തവസ്തമം ജ്യേഷ്ഠ രാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നീതിവിശ്രിത സാധനം. ഇപ്രകാരമുള്ള ഉപചാരമന്ത്രങ്ങളെ കൊണ്ട് പുകഴ്ത്തി കരിമ്പിൻ കഷ്ണം മല കൊട്ടത്തേങ്ങ മുതലായത് 8 ദിവസം യഥാവിധി ഒരു 21 തവണയെങ്കിലും അതിൻ്റെ ഹോമാദികൾ ചെയ്ത് തിരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറി വീട് പണിയാനുള്ള യോഗങ്ങൾ ഉണ്ടാകുകയും അത് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. എങ്കിലും അവനവൻ്റെ ജാതക നില ഈ ഖേതു കുളികൻ 4ാമിടത്ത് നിൽക്കുന്നെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ഉറ്റവരുടെയോ ഉടയവരുടെയോ വിശ്വാസമുള്ളവരുടെയോ പേർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവരുടെ പേരിൽ ഈ പെര പണിയുന്നത് തന്നെയായിരിക്കും യുക്തം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം